ഞങ്ങൾ ലയോള സ്കൂൾ തിരുവനന്തപുരം എന്ന വിദ്യാലയത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. എൻ്റെ വലതുവശത്തിരിക്കുന്ന ഫാദർ സാൽവിൻ അഗസ്റ്റിൻ ലയോള സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. തൊട്ടടുത്ത് വലതുവശത്തിരിക്കുന്ന രാകേഷ് കുമാർ സാറ് PTA പ്രസിഡൻ്റാണ്. ഹരി ടെറിഫിക് മൈൻഡ്സ് എന്ന് പറയുന്ന ഒരു IT കമ്പനിയുടെ ഒരു ഡയറക്ടറാണ്. എൻ്റെ ഇടതുവശത്തിരിക്കുന്നത് സാറ മാഡം ലയോളയിലെ ടീച്ചറാണ്. പുറയിലിരിക്കുന്ന ആശാ മാഡവും ലയോള സ്കൂളിലെ ടീച്ചറാണ്. ഞാൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡൻ്റാണ്. ഭാവി മറ്റ് കാര്യങ്ങൾ ഫാദർ നിങ്ങളോട് വിശദീകരിക്കും. ലയോള സ്കൂള് 2022 ആരംഭിച്ച സവിശേഷമായ ഒരു പ്രോഗ്രാമാണ് എക്സ്റ്റേൺഷിപ്പ്. ഒരുപക്ഷെ ഭാരതത്തിൽ വേറെ ഒരു സ്കൂളിലും ഇതുവരെ ആരംഭിക്കാത്തൊരു പ്രോഗ്രാമാണ് എക്സ്റ്റേൺഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത്. വളരെ ചെറിയ രീതിയിലായിരുന്നു ഇത് ആരംഭിച്ചത്. പക്ഷേ ഇന്ന് ഈ വർഷം 2025 ആയപ്പോഴേക്കും 50ഓളം സ്ഥാപനങ്ങളിൽ എക്സ്റ്റേൺഷിപ്പ് പ്രോഗ്രാമായിട്ട് ലയോള സ്കൂളിലെ വിദ്യാർത്ഥികൾ എത്തിച്ചേരുന്നുണ്ട്. ലയോള സ്കൂളിലെ 11ാം ക്ലാസ്സിൽ നിന്ന് 12ാം ക്ലാസ്സിലേക്ക് ജയിച്ചു വരുന്ന കുട്ടികൾക്കാണ് എക്സ്റ്റേൺഷിപ്പ് പ്രോഗ്രാം നടത്തുന്നത്. ഈ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം വിദ്യാർത്ഥികളെ തൊഴിലുമായിട്ട് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസം പഠനം മാത്രമല്ല, അവരുടെ ജീവിതത്തെപ്പറ്റി അവർ ഭാവിയിൽ എന്തായി തീരണം എന്ന് അവർക്ക് കൂടുതൽ മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് എക്സ്റ്റേൺഷിപ്പ് പ്രോഗ്രാം നടത്തുന്നത്. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ലോബയും അതുപോലെ PTA-യും സ്കൂളിലെ അധ്യാപകരും കൂടി ഒരുമിച്ചാണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരത്തും കൊച്ചിയിലുമുള്ള വിവിധങ്ങളായ സ്ഥാപനങ്ങളിൽ, ഏകദേശം 50ഓളം സ്ഥാപനങ്ങളിൽ ഞങ്ങളുടെ വിദ്യാർത്ഥികളെ ഞങ്ങൾ അയക്കുന്നു. അവിടെ ഒരു 4 ദിവസം 5 ദിവസത്തെ പ്രോഗ്രാമാണ്. കുട്ടികൾ അവിടെ ചെല്ലുന്നു, ആ സ്ഥാപനത്തെപ്പറ്റി അതിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി പഠിക്കുന്നു. അവർക്ക് ലഭിക്കുന്ന അറിവുകൾ അവരുടെ ഭാവിയിൽ അവർ ഏത് ജോലി, ഏത് പഠനം അവർ തുടരണം എന്നതിനെപ്പറ്റി അവർക്ക് മനസ്സിലാക്കുകയും ചെയ്യും. തിരുവനന്തപുരം സിറ്റിയിൽ തന്നെയുള്ള പല ഹോസ്പിറ്റലുകളിൽ, ഗീതാഞ്ജലി ENT ഹോസ്പിറ്റൽ, നെയ്യാർ മെഡിസിറ്റി, ലോക് മെഡിസിറ്റി, അനന്തപുരി ഹോസ്പിറ്റൽ, കമല ഡെൻ്റൽ ക്ലിനിക്, ബ്ലൂ സ്പ്രിൻറ്റിംഗ് ഡെൻ്റൽ, അങ്ങനെയുള്ള ഒരുപാട് ഹോസ്പിറ്റലുകളിൽ, അതോടൊപ്പം ഹോമിയോ ആയുർവേദ ഹോസ്പിറ്റലുകളിൽ പോകുന്നുണ്ട്. അതുപോലെ IT ഫീൽഡിൽ UST ഉൾപ്പെടെയുള്ള എല്ലാ IT ഫീൽഡിന് വേണ്ടി ആ സ്ഥാപനങ്ങളിൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരള പോലീസ് നമ്മളോട് സഹകരിക്കുന്നു. കേരള പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ട്രെയിനിങ്ങിനായിട്ട് കുട്ടികളെ അയക്കുന്നുണ്ട്. അതുപോലെ മീഡിയയിൽ തന്നെ പല സ്ഥാപനങ്ങളിലെ കുട്ടികളെ അയക്കുന്നുണ്ട്. മീഡിയ കമ്മ്യൂണിക്കേഷൻസ് ഒരുപാട് സ്ഥാപനങ്ങളിൽ പോകുന്നുണ്ട്. ന്യൂസ് പ്രിൻ്റ് പല പേപ്പർ ഇതിൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം മൃഗശാല, അതുപോലെ തന്നെ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ, കിൻഫ്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഏകദേശം എല്ലാ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലും, എല്ലാ ഓർഗനൈസേഷൻസിലും നമ്മുടെ കുട്ടികളെ അയക്കുന്നത്. ഏകദേശം 300ഓളം വിദ്യാർത്ഥികളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ വർഷവും ഇത് വളരെ വിജയകരമായിരുന്നു. ഏപ്രിൽ 1-ാം തീയതി ഈ പരിപാടി ആരംഭിക്കുക. ആദ്യത്തെ സ്ലോട്ട് 1-ാം തീയതി മുതൽ 4-ാം തീയതി വരെയും, രണ്ടാമത്തേത് ഏപ്രിൽ 7 മുതൽ 11 വരെയുമാണ് നടക്കുന്നത്. ഞങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളിലൊരു അനുഭവം, കുട്ടികൾ ഇതിന് പറഞ്ഞു വിട്ട് കഴിയുമ്പോൾ, അവർ തിരിച്ചു വന്നു കഴിയുമ്പോൾ പഠനത്തിൽ കൂടുതൽ മികവ് കാണിക്കുന്നുണ്ട്, കുറേയും കൂടെ ശ്രദ്ധ പഠന കാര്യങ്ങളിൽ കാണിക്കുന്നുണ്ട്. ഒപ്പം അവർക്ക് ഭാവിയെപ്പറ്റി ഒരു കൂടുതൽ സ്വപ്നങ്ങൾ ഉണ്ടാകുകയും കൂടുതൽ ക്രിയാത്മകമായിട്ട് അവരുടെ പഠനവും മറ്റു കാര്യങ്ങളും എടുക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്കുണ്ടാകുന്ന വളരെ വഴിതിരിഞ്ഞു പോകുന്ന രീതികൾക്കൊക്കെ ഇങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കുമ്പോൾ വളരെ വ്യത്യാസം കാണുന്നുണ്ട്.